ഏതായാലും രണ്ടാളും കൂടി ചെറുക്കനെ കൊണ്ടുപോയി കൊലക്ക് കൊടുത്തു അല്ലേ? ഞാനാകെ പ്രാന്തളകിരിക്കുക. എങ്ങനെ പ്രതികരിക്കാന്ന് പോലും എനിക്കറിയില്ല. മൈക്കിളിന്റെ നില കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. ഇനിയും അത് തുടർന്നാൽ I can't say what will happen. പോയി വെള്ളം എടുത്തോണ്ട് വാടി. മോളെ അയ്യോ, ഇപ്പൊ ഇതുവല്ലോ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? പറയാതെ പിന്നെ വയ്യാത്ത കുഞ്ഞല്ലേ, വല്ല പറ്റിയിരുന്നെങ്കിലോ? എടേ, ഇതൊന്നും അങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നും അല്ല. സ്വന്തം കൂടപ്പിറപ്പിന്റെ കാര്യ. അല്ലെങ്കിൽ പിന്നെ എത്ര കാലം ഒളിച്ചു വെക്കും? ഗംഗക്കുഞ്ഞിന് ഇപ്പൊ ഈ അസുഖം ഇല്ലാതിരുന്നതാ, ഇപ്പൊ വീണ്ടും ആയില്ലേ? അതെന്റെ കുഴപ്പം കൊണ്ടാണോ? മോളെ 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 പിടിക്കടി മാധു. മോളെ എനിക്ക് മെല്ലെ വാ. പതുക്കെ. ഓഹോ, വന്നോ? ഏതായാലും രണ്ടാളും കൂടി ചെറുക്കനെ കൊണ്ടുപോയി കൊലക്ക് കൊടുത്തു അല്ലേ? പിന്നെ ഇങ്ങോട്ട് തന്നെ കേറി വരാൻ തോന്നിയില്ല രണ്ടിനും. നിന്റെ ഒക്കെ മനക്കെട്ടി അപാരം തന്നെ, സമ്മതിക്കണം. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. പെറ്റില്ലെങ്കിലും എന്റെ മോനാവൻ. എന്റെ അപ്പോട്ടൻ എന്നെ ഏൽപ്പിച്ചാ പോയത്. എന്നാലും നീയൊക്കെ കൂടി ചേർന്ന് എന്റെ മോനെ കൊലക്ക് കൊണ്ടുപോയി കൊടുത്തല്ലോടാ മഹാപാവി. ഇവളൊരുത്തി അല്ലാത്തിനും കാരണം. ആൺവർഗത്തെ മുഴുവൻ കൊന്നെടുക്കുന്ന രാക്ഷസിയാ ഇവൾ. എന്തോന്നു മതിയെന്ന്. ജാതകദോഷമുള്ള പെണ്ണാണെന്ന് അറിയാമായിരുന്നിട്ടും മനഃപൂർവ്വം എന്റെ ഗിരിമോന്റെ തലയിൽ കെട്ടിവെച്ചതല്ലടാ നീ. അച്ഛനമ്മ വേണ്ട, മാറി നിക്കടി. ഉള്ളത് പറഞ്ഞതിന് കള്ളം കുടിച്ചു വന്ന് എന്നെ കടിച്ചു കീറാൻ വന്നവനല്ലടാ നീ. ഇപ്പൊ നിന്റെ നാക്കിറങ്ങിപ്പോയോ? അവളുടെ ഒരു ഭാവാവിനെയും കണ്ടില്ലേ? തളർന്നു പോയി പാവം. ആരെ കാണിക്കാനാടി ഈ പൂങ്കണ്ണീരും തളർച്ചയൊക്കെ? 3 ആമ്പിള്ളേരെ കൊന്നതും പോരാഞ്ഞിട്ടിപ്പോ 4ാമത്തേതും ആയില്ലേ? എന്നിട്ട് വലിയ ശീലാവതിയെ പോലൊരു ഭാവാവിനെ. ഞാൻ പറയടി, എന്റെ ദണ്ണാ ഞാനീ പറയുന്നത്. നിങ്ങളോട് നിർത്താനാ പറഞ്ഞത്. ഞാനാകെ പ്രാന്തളകിരിക്കുക. എങ്ങനെ പ്രതികരിക്കാന്ന് പോലും എനിക്കറിയില്ല. മിണ്ടാതെ കേറി പോകുന്ന നിങ്ങൾക്ക് നല്ലത്. മിണ്ടുന്നില്ലടാ, മിണ്ടുന്നില്ല. അകത്തോട്ട് ചെല്ലേ. അവിടെ കിടക്കുന്നുണ്ട് വേറൊരെണ്ണം. ചെന്ന് കാണ്, കണ്ണു നിറയെ. കൊന്നൊടുക്കെല്ലാത്തിനെയും. എന്നിട്ട് ഈ വീടിന് തീയം വെക്ക്. തൃപ്തിയാകട്ടെ. ഗംഗക്കുഞ്ഞിന് വീണ്ടും അസുഖം ഉണ്ടായി.
തരക സാറില്ലേ മോളിക്കുട്ടി? ഞാൻ വിളിക്കാം. അച്ചായ, ഒന്നും കൊണ്ടെണീറ്റേ. എന്താ? അയാള് ദേ ആ മൈക്കിളിൽ അപ്പച്ചൻ വന്നിരിക്കുന്നു. അയാൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നേ? അച്ചായ, ക്ലാര. ആ, നീ വന്നേ. വീണ്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? വരാതിരിക്കാൻ കഴിഞ്ഞില്ല. വരും. ക്ലാര ഇല്ലേ? മുറിയിലുണ്ട്. നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വരും. മൈക്കിള് കാറിലുണ്ട്. മോളിക്കുട്ടിയെല്ലാം അറിഞ്ഞു കാണുമല്ലോ അല്ലേ? വരരുതെന്ന് വിചാരിച്ചതാ. പക്ഷെ മൈക്കിൾ അവന്റെ മുഖം കാണുമ്പോൾ ഞാൻ തോറ്റുപോവാ. മൈക്കിളിന്റെ നില കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. ഇനിയും അത് തുടർന്നാൽ ഐ കോൺ സേ വാട്ട് വിൽ ഹാപ്പൻ. ആ ആക്സിഡന്റിൽ അവനങ്ങ് ഇല്ലാതായാൽ മതിയായിരുന്നു. അങ്ങനെ ആയാൽ അവന്റെ ഈ അവസ്ഥ എനിക്ക് കാണേണ്ടി വരില്ലായിരുന്നു. വർഗീസ്, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? എന്റെ മോന് വേണ്ടി ഞാൻ ഈ കാല് പിടിക്കാം. ക്ലാരെ അവനൊന്ന് കണ്ടോട്ടെ പ്ലീസ്. ചിലപ്പോ അതവനൊരു ആശ്വാസമാവുമെങ്കിലോ, ഒരു ചേഞ്ച് ഉണ്ടാക്കിയാലോ. പ്ലീസ് സർ. ക്ലാര അതിന് സമ്മതിക്കുന്നു തോന്നുന്നില്ല. ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിട്ടല്ല വർഗീസ്. അവിടെ റിയാക്ഷൻ എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. എന്റെ മോടെ ഭാഗത്തുനിന്ന് താങ്കളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മൈക്കിളിന് ശാരീരികമായി ഉണ്ടായ ഈ ആഘാതത്തെക്കാൾ എത്രയോ വലുതാണ് സ്വന്തം ഭർത്താവായ മൈക്കിളിൽ നിന്നും അവൾ ഏറ്റുവാങ്ങിയ മാനസികാഘാതങ്ങൾ. സമ്മതിക്കുന്നു സർ. എന്നാലും ഒരു പരീക്ഷണത്തിന് വേണ്ടിയെങ്കിലും ഞാൻ അവനെ വിളിച്ചോട്ടെ?